എല്ലാവർക്കും നമസ്കാരം. ബാർക്കോഴയുടെ രാഷ്ട്രീയ വശം പറയുമ്പോൾ അന്ന് സംഭവിച്ച ചില വസ്തുതകൾ കൂടി ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ അന്ന് പ്രതിപക്ഷത്ത് നിൽക്കുന്നത് CPM അല്ലെങ്കിൽ ഇടതുമുന്നണിയാണ്. ഇടതുമുന്നണി ഈ ഒരു ആരോപണം വരുമ്പോഴേ മാണിസാറിനെ കടിച്ചു കീറേണ്ടതാണ്. പക്ഷേ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ പ്രതികരണം ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് KM മാണി മുഖ്യമന്ത്രിയാകാതിരിക്കാനുള്ള ഉമ്മൻചാണ്ടിയുടെ സൂത്രമാണ് ഈ അഴിമതി ആരോപണം എന്നായിരുന്നു. അതിൻ്റെ പിന്നിലൊരു വസ്തുത കൂടിയുണ്ട്, അത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ഈ മാണിസാറിൻ്റെ കാരുണ്യ പദ്ധതിയും ഒക്കെ കൊണ്ട് കേരളത്തിൽ ഒട്ടേറെ വ്യക്തികളെ അവരുടെ ജീവൻ തന്നെ നിലനിർത്തിയെടുത്ത ധാരാളം സംഭവങ്ങളുണ്ട്. ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ്റെ ഒരു പ്രതികരണം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. ഉമ്മൻചാണ്ടി കേരളം മുഴുവൻ ഓടി നടന്ന് നടത്തിയ ജനസമ്പർക്ക പരിപാടികളെക്കാൾ എത്രയോ വലിയ നേട്ടമാണ് ആ കാരുണ്യ പദ്ധതി ഒന്നുകൊണ്ട് KM മാണി ഉണ്ടാക്കിയത് എന്ന് അദ്ദേഹം മാണി സാറിനെ പ്രശംസിക്കുകയുണ്ടായി. അങ്ങനെ വന്ന ആ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിനെ UDF നിന്ന് പുറത്തു കൊണ്ടുവന്ന് KM മാണിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഒരു ബദൽ സംവിധാനം ഇവിടെ നടപ്പിലാക്കാൻ CPM താല്പര്യപ്പെടുകയുണ്ടായി. KM മാണിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഒരു പുതിയ ഭരണം കൊണ്ടുവരിക. ഇത് ആദ്യത്തെ ഒരു നീക്കമല്ല എന്നുകൂടി ഓർമ്മിക്കണം. 1977 ഉണ്ടായ ഐക്യജനാധിപത്യ മന്ത്രിസഭയുടെ തകർച്ചയ്ക്ക് ശേഷം PK വാസുദേവൻ നായരുടെ ആദ്യം കരുണാകരൻ മുഖ്യമന്ത്രിയായി. രാജൻ കേസിന്റെ പേരിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. പിന്നെ AK ആന്റണി മുഖ്യമന്ത്രിയായി. തെരഞ്ഞെടുപ്പിൽ തോറ്റ ഇന്ദിരാഗാന്ധിയെ ചിക്കമഗളൂരിൽ കർണാടകയിലെ ചിക്കമഗളൂരിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് കോൺഗ്രസിന്റെ പിന്തുണയോടെ ജയിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ രോഷം കൊണ്ട് AK ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചു. അത് കഴിഞ്ഞപ്പോൾ PK വാസുദേവൻ നായരുടെ നേതൃത്വത്തിൽ മറ്റൊരു മന്ത്രിസഭയുണ്ടായി. അത് പിന്നീട് വിശാലമായ ഇടത് ഐക്യത്തിന് വേണ്ടി വാസുദേവൻ നായർ തൻ്റെ മുഖ്യമന്ത്രി പദം വളരെ മാതൃകാപരമായ രീതിയിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അങ്ങനെ CPIയും CPMും കൂടെ ചേർന്ന ഒരു വിശാല ഇടത് സഖ്യം ഇന്ത്യയിൽ ഒട്ടാകെ രൂപം കൊള്ളണം എന്നുള്ള താല്പര്യമായിരുന്നു. അപ്പം ആ PK വാസുദേവൻ നായർ രാജിവെച്ചതിന് ശേഷം ഒരു ചെറിയ കാലഘട്ടത്തിലേക്ക് CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി ഒരു ചെറിയ മന്ത്രിസഭ ഉണ്ടായി. ആ മന്ത്രിസഭയിൽ കേരള കോൺഗ്രസ് പങ്കാളിയായില്ല. കുറെ കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് കേരള കോൺഗ്രസ് അതിന് പിന്തുണ പിൻവലിച്ചു. അപ്പോൾ CH മുഹമ്മദ് കോയ രാജിവെക്കാൻ നിർബന്ധിതനായി. മുഹമ്മദ് കോയ രാജിവെച്ച് കഴിഞ്ഞപ്പോൾ അന്ന് EMS മുൻകൈയെടുത്ത് ഒരു കാര്യം ചെയ്തു. പ്രതിപക്ഷ കക്ഷികളുടെ സംയുക്ത നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്ത് KM മാണിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർക്ക് കത്തും നൽകി. പക്ഷേ കോൺഗ്രസിൻ്റെ കൂടി പിന്തുണ ഉറപ്പാണെങ്കിൽ മാത്രമേ അന്ന് ഭൂരിപക്ഷം ഉണ്ടാവൂ. അതിന് AK ആന്റണി തയ്യാറായിരുന്നു താനും. പക്ഷേ അണിയറയിൽ നടന്ന ചില ചരടുവലികളുടെ ഫലമായിട്ട് KM മാണിയെ നിയമസഭാ കക്ഷി നേതാവായതിനെ അംഗീകരിച്ചും അദ്ദേഹത്തിന് പിന്തുണ നൽകിയുമുള്ള കത്ത് രാജ്ഭവനിൽ എത്തിക്കാൻ ബോധപൂർവം വൈകിച്ചു. അങ്ങനെ വൈകിച്ചപ്പോൾ ഗവർണർ മുഹമ്മദ് കോയയുടെ ശുപാർശ അനുസരിച്ച് നിയമസഭയും കൂടെ പിരിച്ചുവിട്ടു. അങ്ങനെ 79 KM മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ EMS തന്നെ മുൻകൈയെടുത്ത ഒരു ശ്രമം നടത്തിയിരുന്നു എന്ന കാര്യം മറക്കരുത്. അപ്പോൾ അദ്ദേഹത്തിന് KM മാണിയെ പറ്റി ഉണ്ടായിരുന്ന മതിപ്പ് എത്രത്തോളം ആയിരുന്നു എന്നതാണ് നമ്മളിവിടെ തിരിച്ചറിയേണ്ടത്. അങ്ങനെയുള്ള KM മാണിയെ വീണ്ടും ഒരു അവസരം വന്നപ്പോൾ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ CPM സാവധാനത്തിൽ ചില നീക്കങ്ങൾ നടത്തി. ഇത് മണത്തറിഞ്ഞ കോൺഗ്രസ് നേതാക്കളെ
അത് സംഭവിക്കരുത് എന്ന് സംഭവിക്കില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഈ ബാർക്കോഴി ആരോപണം കൊണ്ടുവന്ന് KM മാണിയെ തകർക്കാനാണ് ശ്രമിച്ചത്. ഒരു പരിധിവരെ അവർ വിജയിച്ചു എന്നും നമുക്ക് പറയാം. ചരിത്രത്തിലുണ്ടായ ഏറ്റവും നിർലജ്ജമായ ഒരു നന്ദികേട് എന്ന് വേണം ഇതിനെ നമുക്ക് വിളിക്കാൻ.